കപ്പൽ തീപിടുത്ത അപകടത്തെ തുടർന്നുണ്ടായ ആദ്യ ഇന്ധന ചോർച്ച അടച്ചിരിക്കുന്നു. ഇന്ധന ടാങ്ക് 22-ലെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ചയാണ് അടച്ചത്. തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററിൽ നിന്നും രാസവസ്തുവായ ഡ്രൈ കെമിക്കൽ പൗഡർ വിതറി. നന്ദസാരഥി എന്ന കപ്പൽ കൂടി ഇന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാകും. ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. സഹിൻ ആന്റണിയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം സഹിൻ, 2-2.5 ദിവസമായി തുടങ്ങിയ പരിശ്രമമാണ് ഇപ്പോൾ ആ ദൗത്യം നിർണായകമായൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു, അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു നിർണായകമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് പറയാൻ കഴിയും. കാരണം ഇന്ധന ടാങ്ക് അതിൽ തന്നെ 22-ലെ സൗണ്ടിംഗ് പൈപ്പിലെ ചോർച്ചയാണ് പൂർണ്ണമായിട്ടും അടക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഡ്രൈ കെമിക്കൽ പൗഡർ വിതറാൻ തുടങ്ങിയിരിക്കുന്നു. അതും നാവികസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡ്രൈ കെമിക്കൽ പൗഡർ വിതറാൻ തുടങ്ങിയിരിക്കുന്നത്. കൂടാതെ നന്ദസാരഥി എന്ന കപ്പൽ കൂടി സഹായത്തിനായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ 7 കപ്പലുകൾ ഈ പറയുന്ന അപകടം സംഭവിച്ച കപ്പലിന് അല്ലെങ്കിൽ തീ പിടിച്ച കപ്പലിന് ചുറ്റും, ചരക്ക് കപ്പലിന് ചുറ്റുമുണ്ട്. പരമാവധി വേഗത്തിൽ തീയണക്കാനുള്ള ഒരു ശ്രമമാണെന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഏറെക്കുറെ കപ്പലിന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. വലിയൊരു നേട്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. സേതു, ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞതുപോലെ ആ ദൗത്യം അത് നിർണായകമായൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽപ്പുണ്ട്. കാരണം ഈ ഇന്ധന ടാങ്കിലെ തീ പടരുന്നത് വലിയൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയായിരുന്നു. ആ ഇന്ധന ടാങ്കിലെ ആദ്യ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ സഹിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.